മസൂദ് സഖാഫി മരിച്ച വിവരെല്ലാവരും അറിഞ്ഞല്ലോ, ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ. അപ്പം ഇതിൽ ഏതോ ഒരാൾ പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെ അതുണ്ടായിനി, അങ്ങനെ അപസ്മാരം ഇളകിയിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരാൾ ഗ്രൂപ്പിൽ. അങ്ങനെയൊന്നുമല്ല. അയാൾ ഇന്ന് രാവിലെ 4 മണിക്കാണ് ഒരു ബാങ്ക് പരിപാടി കഴിഞ്ഞ് പെരയിലെത്തണത്. കുറച്ച് ദൂരം എവിടെയായിരുന്നു, സ്ഥലം എവിടെയെന്ന് അറിയില്ല. കാരണം 4 മണിയാണെങ്കിൽ കുറച്ച് ദൂരം എത്താമെങ്കിലല്ലേ അത്ര വൈകി എത്തുള്ളൂ. അപ്പം 4 മണിക്ക് പെരയിലെത്തി. പിന്നെ എന്ത് ചെയ്തു, കിടന്നു. 5 മണിക്ക് 5:30 മണിക്ക് സുബൈ ബാങ്ക് കൊടുത്താരെ നീച്ച് സുബൈ നിസ്കരിച്ച് കണ്ട് അയാൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ കിടന്നതാണ്. ഈ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്ക് അസ്വസ്ഥത, ഒരു വേദന അങ്ങനെ വന്നു. അപ്പോൾ വേദന വന്നപ്പോൾ എനിക്കൊരിയാതെ വേദനയൊക്കെ പാടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാണ്ട് ആ കടന്നോട്ടുനിന്ന് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ്. കിടന്നോട്ടുനിന്ന് നീച്ച് വേദന വന്നപ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് വേദന വന്നപ്പോൾ കിടന്നോട്ടുനിന്ന് നീച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ ആ കട്ടിലുമ്മേൽ അങ്ങനെ തന്നെയാണ് വീണ്. അവിടെ ഇരുന്ന് അവിടെ കിടന്നു. അങ്ങനെ അപ്പം തന്നെ എന്ത് ചെയ്ത് എല്ലാവരും വിളിച്ച് വന്ന് വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചാണ്. ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞാണ്. അപ്പോൾ ഇനി അന്നൊന്ന് ഉറപ്പ് വരുത്താനാണ്. ആ വീണോട് കൂടെ കഴിഞ്ഞ് പിന്നെ ഒന്നും അനങ്ങിയില്ലായിരുന്നു. വേഗം എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പ് വരുത്തി മരിച്ചണെന്നുള്ള. അവിടെ എത്തി അവിടെ തന്നെ ഒരു പറഞ്ഞ് മരിച്ചെന്ന്. അങ്ങനെ വേഗം അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുന്നതാണ്. 7 മണി ആയപ്പോൾക്ക് ഇവിടെ പെരേക്ക് എത്തുകയും ചെയ്തു. അത് തന്നെ അങ്ങനെയാണ് മരണം ഉണ്ടായത്. അള്ളാഹു തആല പരലോകം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ ഇതാണ് സത്യത്തിൽ നടന്നത്. അതുകൊണ്ട് സത്യമറിയാതെ നമ്മളൊന്നും എവിടെയും ഷെയർ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മളോട് ഒരാളുടെ മരണ വാർത്ത അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നമ്മളോട് അറിയിക്കപ്പെട്ടാൽ നമ്മളതിനെ വേറൊരാൾക്ക് എത്തിക്കണം. ശരിയാണ്, ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ വേറെ ഒരാൾക്ക് എത്തിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, മരണകാരണം എന്താണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾക്കതിൻ്റെ സത്യമായ അവസ്ഥ അറിഞ്ഞിരിക്കണം. അത് കാരണവന്മാർ പറയും. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ഷെയർ ചെയ്യാതിരിക്കാം. ഇൻഷാ അള്ളാഹു ഉസ്താദ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മളെല്ലാവരെയും ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ്.